ഹായ് ഹലോ, ദിസ് ഇസ് ശരണ്യ. വീണ്ടും നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അത് ഏത് ടോപ്പിക്കിലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പോർട്സ് എന്നുള്ളൊരു ടോപ്പിക്കിൽ സ്പോർട്സ് എന്നുള്ള അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് ആണ്. പിന്നെ നമുക്ക് ഈ LDC എക്സാമിന് മാത്രമല്ല ബാക്കി എല്ലാ എക്സാംസിനും ഇത് യൂസ്ഫുൾ തന്നെയായിരിക്കും. അപ്പം നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കുക, മനസ്സിൽ വെക്കുക, വിട്ടുകളയരുത്. 2 വട്ടെങ്കിലും ഞാൻ എല്ലാത്തിലും പറയുന്ന പോലെ 2 വട്ടെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യുള്ളൂ, എക്സാം എഴുതുമ്പോൾ ഓർമ്മ വരുള്ളൂ. ഓക്കെ, അപ്പോൾ 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ എല്ലാ എക്സാംസിനെയും ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസും കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ ക്വസ്റ്റ്യനോടും അതുമായി ബന്ധപ്പെട്ടുള്ള ചില ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. അതിൽ ആവശ്യമുള്ളവർ ആ ഡീറ്റെയിൽസ് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. കാരണം യൂസ്ഫുൾ ആണ്, അവർക്കത് ഓക്കെ ആണെന്ന് തോന്നുന്നുള്ളവർ ആ ഡീറ്റെയിൽസ് നോട്ട് ചെയ്യുക. കാരണം നമുക്ക് വേറെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാർത്തകളിൽ കണ്ട അനാഹത് സിംഗ് ഏത് കായിക ഇനത്തിലാണ് കളിക്കുന്നത്? എന്താണ്? ഇപ്പൊ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്, നമ്മൾ 2 മാസം മുമ്പുള്ളതൊക്കെയാണല്ലോ ചോദിക്കാത്തത്. അപ്പൊ ഇത് നമുക്ക് നോക്കാം. വാർത്തകളിൽ കണ്ട അനാഹത് സിംഗ് ഏത് കായിക ഇനത്തിലാണ് കളിക്കുന്നത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഭാരോദ്വഹനം, ചെസ്, സ്ക്വാഷ്, ടെന്നീസ്. അല്ലെ? ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ സി, സ്ക്വാഷ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് അത്യാവശ്യം വേണ്ടുന്ന ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അടുത്തിടെ ബർമിംഗ്ഹാമിൽ നടന്ന ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സ്ക്വാഷ് പ്രതിഭ അനാഹത് സിംഗ് പെൺകുട്ടികളുടെ അണ്ടർ 15 സ്ക്വാഷ് കിരീടം നേടി. ഫൈനലിൽ ഈജിപ്തിനെ സൊഹൈല ഹെസമിനെ 3-1, അതായത് 3-1 പരാജയപ്പെടുത്തിയിട്ടാണ് 14-കാരിയായ താരം ഫൈനലിൽ എത്തിച്ചേർന്നത്. എല്ലാ വർഷവും ജനുവരിയിൽ UK-യിൽ നടക്കുന്ന ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പൺ ലോകമെമ്പാടുമുള്ള കളിക്കാർ കിരീടം നേടാൻ ഇതിൽ മത്സരിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? രഞ്ജി ട്രോഫിയിൽ അടുത്തിടെ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം. എന്താണ്? എല്ലാ ക്വസ്റ്റ്യൻസും 2 വട്ടം വായിച്ചു നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൂടെ ആ സെക്കൻഡ് റീഡിങ്ങിൽ അത് ക്ലിയർ ആവും. മനസ്സിലായല്ലോ? ഓക്കെ, രഞ്ജി ട്രോഫിയിൽ അടുത്തിടെ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം. ഓപ്ഷൻസ്: ദിനേശ് കാർത്തിക്, പ്രത്യൂഷ, പാർത്ഥിവ് പട്ടേൽ, ശുഭ്മാൻ ഗിൽ. ഇതിൽ ഏതാണ് ആൻസർ? നമ്മുടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രത്യൂഷയാണ് കേട്ടോ. എന്താണ്? പ്രത്യൂഷ. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. രഞ്ജി ട്രോഫിയിൽ അസമിനെതിരെ മുംബൈക്കായി പ്രത്യൂഷ ട്രിപ്പിൾ സെഞ്ചുറിയാണ് നേടിയത്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഷായുടെ കന്നി ട്രിപ്പിൾ സെഞ്ചുറി കൂടിയാണിത് കേട്ടോ. 202 ആയിരുന്നു അദ്ദേഹത്തിന്റെ മുൻ മികച്ച സ്കോർ. ഈ നേട്ടം കൈവരിക്കുന്ന 8ാമത്തെ മുംബൈ താരമായി ഷാ മാറി. 41 മത്സരങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് കരിയറിൽ 12 സെഞ്ചുറികളും 15 അർദ്ധ സെഞ്ചുറികളും സഹിതം 3300-ലധികം റൺസ് ഈ 23-കാരൻ നേടിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ ട്ടോ. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? 2023 ഭുവനേശ്വറിൽ നടന്ന പുരുഷ ഹോക്കി ലോകകപ്പ് നേടിയ രാജ്യം. എന്താണ്? 2023 ഭുവനേശ്വറിൽ നടന്ന പുരുഷ ഹോക്കി ലോകകപ്പ് നേടിയ രാജ്യം. ഓപ്ഷൻസ്: ഫ്രാൻസ്, ഓസ്ട്രേലിയ, ബെൽജിയം, ജർമ്മനി. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ജർമ്മനിയാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ഡി, ജർമ്മനി. ഭുവനേശ്വറിൽ നടന്ന FIH പുരുഷ ഹോക്കി ലോകകപ്പിൽ ജർമ്മനി ബെൽജിയത്തെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 5-4, അതായത് 5-4 തോൽപ്പിച്ചു.
പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ജർമ്മൻ ഗോൾ കീപ്പർ ജീൻ പോൾ ഡാനെബർഗ് 3 സേവുകൾ നടത്തി. 3 അതിലധികമോ ഹോക്കി ലോകകപ്പ് കിരീടങ്ങൾ നേടുന്ന 4ാമത്തെ ടീമായി നമ്മുടെ ജർമ്മനി. 4 തവണ കിരീടം നേടിയ പാകിസ്ഥാൻ ഹോക്കി ലോകകപ്പിലെ ഏറ്റവും മികച്ച ടീമാണ്. നേരത്തെ ഓസ്ട്രേലിയയെ 3-1 തോൽപ്പിച്ചാണ് നെതർലൻഡ്സ് വെങ്കലം നേടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നമുക്കിനി 4th ക്വസ്റ്റ്യൻ. എന്താണ് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ? ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ 3ാം പതിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം. എന്താണ്? ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ 3ാം പതിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഗുവാഹത്തി, ഷിംല, ഗുൽമാർഗ്, ലേ. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ഗുൽമാർഗ്. ഏതാണ്? ഓപ്ഷൻ സി, ഗുൽമാർഗ്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ 3ാം പതിപ്പ് അടുത്തിടെ ജമ്മു കാശ്മീരിലെ യൂട്ടിയിലെ ഗുൽമാർഗിൽ ആരംഭിച്ചു. 9 വ്യത്യസ്ത ശൈത്യകാല കായിക ഇനങ്ങളിലായി രാജ്യത്തുടനീളമുള്ള 1500-ലധികം കായിക താരങ്ങൾ പങ്കെടുക്കും. ഇതുവരെ നടന്ന ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ 2 എഡിഷനുകളിലും ഒന്നാമതെത്തിയത് നമ്മുടെ ജമ്മു കാശ്മീർ തന്നെയാണ്. ഓക്കെ, ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടന്നാലോ? 5ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 5th ക്വസ്റ്റ്യൻ? ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രോസൺ ലേക്ക് മാരത്തൺ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രോസൺ ലേക്ക് മാരത്തൺ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം. ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? സിക്കിം, അരുണാചൽ പ്രദേശ്, ലഡാക്ക്, ഉത്തരാഖണ്ഡ്. ഇതിൽ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ലഡാക്ക്. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ ശീതീകരിച്ച തടാക മാരത്തൺ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ പാങ്കോങ് സ്ലോ തടാകത്തിൽ സംഘടിപ്പിക്കാൻ പോകുന്നു. 13,862 അടി ഉയരത്തിലും 21 കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ പരിപാടി നടക്കുന്നത്. മാരത്തൺ ലുക്കുങ്ങിൽ തുടങ്ങി മാൻ ഗ്രാമത്തിൽ അവസാനിക്കും. ഇന്ത്യൻ ആർമിയും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസും, അതായത് ITBP, പരിപാടിക്ക് മേൽനോട്ടം വഹിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നം ഉയർത്തിക്കാട്ടുന്നതിനാണ് ഈ മാരത്തണിനെ ലാസ്റ്റ് റൺ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസ് എല്ലാതും നമുക്ക് വീണ്ടും വീണ്ടും 2 വട്ടം റിപ്പീറ്റഡ് ആയി കേൾക്കുക. കാരണം നമുക്ക് ഈ എക്സാമിന് മാത്രമല്ല മറ്റ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും, അതായത് സ്റ്റുഡൻസിന് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഇപ്രാവശ്യം കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യാം. അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാതും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. റിപ്പീറ്റഡ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഏകദേശം, കറണ്ട് അഫയേഴ്സ് അല്ല, ബാക്കിയുള്ള ടോപ്പിക്കുകളിലൊക്കെ റിപ്പീറ്റഡ് ആയി ചോദിച്ചത് തന്നെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ഏതെങ്കിലും ചോദിക്കാതിരിക്കില്ല, തീർച്ചയായും ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓരോന്നും ചെയ്യണത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു അല്ലെ? 5th ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഇനി 6th ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എന്താണ്? അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ഏത് കായിക ഇനമാണ് കളിക്കുന്നത്? എന്താണ്? അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ഏത് കായിക ഇനമാണ് കളിക്കുന്നത്? ഏതൊക്കെ ഓപ്ഷൻസ്? ടെന്നീസ്, സ്ക്വാഷ്, ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ്. ഇതിൽ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ബാഡ്മിന്റൺ. ഇതാണ് ആൻസർ കേട്ടോ. ബർമിംഗ്ഹാമിൽ നടക്കുന്ന ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ ഇന്ത്യൻ വനിതാ ഡബിൾസ് ജോഡിയായ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സെമിയിൽ കടന്നു. ചൈനീസ് എതിരാളികളായ ലീ വെൻമൈ, ലിയു ഷുവാൻ എന്നിവരെയാണ് ഇന്ത്യൻ ടീം പരാജയപ്പെടുത്തിയത്. ഇത് എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. ഇത് നമുക്ക് ആവശ്യമുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
അതായത് ഞാൻ പറഞ്ഞില്ലേ വേറെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇത് യൂസ്ഫുൾ ആവും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മളിത് പറഞ്ഞു പോകും, പിന്നെ നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഈ PPT അതായത് ഈ ക്ലാസ് മൊത്തം കേൾക്കാനുള്ള സമയം കിട്ടില്ലല്ലോ. അപ്പം നമുക്കൊന്ന് നോട്ട്സിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റിവൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ഈസി ആയിരിക്കും വായിക്കാൻ. അപ്പം എക്സാമിൻ്റെ കുറച്ച് ദിവസം മുമ്പൊക്കെ നമ്മളൊന്ന് ഓടിച്ചു വിടുമല്ലോ എല്ലാ ടോപ്പിക്സും, അപ്പോഴൊക്കെ വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്കിനി 7th ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. എന്താണ് നമ്മുടെ 7th ക്വസ്റ്റ്യൻ? വിസ്ഡൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? എന്താണ് ക്വസ്റ്റ്യൻ? വിസ്ഡൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ വായിക്കാം. സ്മൃതി മന്ദാന, ഹർമൻപ്രീത് കൗർ, മിതാലി രാജ്, ദീപ്തി ശർമ്മ. ഇതിൽ ആരാണ് ആൻസർ? ഓപ്ഷൻ ബി, ഹർമൻപ്രീത് കൗർ. എന്താണ്? ഓപ്ഷൻ ബി ആണ് ഹർമൻപ്രീത് കൗർ. വിസ്ഡന്റെ 5 ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി ഹർമൻപ്രീത് കൗർ മാർച്ചിൽ നടന്ന പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കളായി അവർ മുംബൈ ഇന്ത്യൻസിനെ നയിച്ചു. വിസ്ഡന്റെ ഈ വർഷത്തെ മികച്ച T20 ക്രിക്കറ്റായി സൂര്യകുമാർ യാദവ് തിരഞ്ഞെടുക്കപ്പെട്ടു. ആരാണ്? സൂര്യകുമാർ യാദവ്. നിലവിൽ ICC T20 പുരുഷ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് തുടരുകയാണ് സൂര്യകുമാർ യാദവ്. മനസ്സിലായോ? അല്ല, ആവശ്യമുള്ള ഡീറ്റെയിൽസ് എഴുതിയെടുക്കുക, കളയരുത് പ്ലീസ്. ആവശ്യമുള്ള ഡീറ്റെയിൽസ് എഴുതിയെടുത്ത് റിവൈസ് ചെയ്യുക എക്സാം ടൈമിലൊക്കെ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. 8th ക്വസ്റ്റ്യൻ എന്താണ്? കായിക വികസനത്തിനായി കോർപ്പറേറ്റുകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമുള്ള സംഭാവനകൾ ഉപയോഗപ്പെടുത്താൻ ഏത് സംസ്ഥാനമാണ് ഒരു ഫൗണ്ടേഷൻ ആരംഭിച്ചത്? എന്താണ്? കായിക വികസനത്തിനായി കോർപ്പറേറ്റുകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമുള്ള സംഭാവനകൾ ഉപയോഗപ്പെടുത്താൻ ഏത് സംസ്ഥാനമാണ് ഒരു ഫൗണ്ടേഷൻ ആരംഭിച്ചത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ. ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ ബി, തമിഴ്നാടാണ് കേട്ടോ. ഓക്കെ, തമിഴ്നാട് ചാമ്പ്യൻസ് ഫൗണ്ടേഷൻ അതായത് TNCF ഔദ്യോഗികമായി സമാരംഭിച്ചു. മുഖ്യമന്ത്രിയുടെ ട്രോഫി, 2023 ലോഗോ, ചിഹ്നം, തീം സോങ് എന്നിവ അനാച്ഛാദനം ചെയ്തു. ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി വിശിഷ്ടാതിഥിയായിരുന്നു. കലാം നമതേ എന്ന മുദ്രാവാക്യത്തോടെയാണ് ലോഗോ വരുന്നത്. അതായത് വയൽ നമ്മുടേതാണ്. മനസ്സിലായോ? ഹ്യൂമനോയിഡ് നീലഗിരി തഹർ വീരൻ ആണ് ചിഹ്നം. എന്താണ്? വീരൻ ആണ് ചിഹ്നം കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്താലോ. 9th വൺ എന്താണ്? 9th ക്വസ്റ്റ്യൻ 3 ഫോർമാറ്റുകളിലും ICC കിരീടം നേടിയ ഏക ക്രിക്കറ്റ് ടീം ഏതാണ്? എന്താണ്? 3 ഫോർമാറ്റുകളിലും ICC കിരീടം നേടിയ ഏക ക്രിക്കറ്റ് ടീം ഏതാണ്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ്. ഇതിൽ ഏതാ നമ്മുടെ ആൻസർ? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഓസ്ട്രേലിയ. ഏതാണ്? ഓപ്ഷൻ ബി, ഓസ്ട്രേലിയ. 3 ഫോർമാറ്റുകളിലും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അതായത് ICC ലോക കിരീടം നേടുന്ന ലോക ക്രിക്കറ്റിലെ ആദ്യ പുരുഷ ടീമായി ഓസ്ട്രേലിയ ചരിത്രം രചിച്ചു. ഓവലിൽ നടന്ന 2021-23 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി. ടെസ്റ്റ് ക്രിക്കറ്റിലെ പുതിയ ലോക ചാമ്പ്യന്മാരായി ഓസ്ട്രേലിയ ഈ നേട്ടം കൈവരിച്ചു. ഓക്കെ, ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി 10th ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. എന്താണ് 10ാമത്തെ ക്വസ്റ്റ്യൻ? കന്നി വനിതാ ജൂനിയർ ഹോക്കി ഏഷ്യ കപ്പ് കിരീടം നേടിയ രാജ്യം. എന്താണ്? കന്നി വനിതാ ജൂനിയർ ഹോക്കി ഏഷ്യ കപ്പ് കിരീടം നേടിയ രാജ്യം. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ശ്രീലങ്ക, ഇന്ത്യ, ചൈന, ദക്ഷിണ കൊറിയ.
ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ ബി, ഇന്ത്യ. 4 തവണ ചാമ്പ്യന്മാരായ ദക്ഷിണ കൊറിയയെ 2-1 പരാജയപ്പെടുത്തി. ജപ്പാനിലെ കഗമിഗഹാരയിൽ നടന്ന കന്നി വനിതാ ജൂനിയർ ഹോക്കി ഏഷ്യ കപ്പ് ഇന്ത്യ സ്വന്തമാക്കി. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ ജയമാണിത്. അന്നുവും നീലവും ഇന്ത്യക്കായി ഗോളുകൾ നേടിയപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ പ്രീതി പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, ഇതിലെല്ലാ ആൻസേഴ്സും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും എല്ലാ എക്സാംസിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും എല്ലാം ഈ ഇൻഫർമേഷൻസ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നോട്ട് ചെയ്ത് വെക്കുക, 2 വട്ടമെങ്കിലും കേൾക്കുക. 10 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞതെല്ലാം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇനി ഒരു ടോപ്പിക്കിൽ നല്ല ചോദിക്കാവുന്ന, അതായത് എക്സാമിന് ചോദിക്കാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വരും. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇതെല്ലാം എക്സ്പ്ലനേഷനും ഈ ക്വസ്റ്റ്യൻസും എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.